നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് ആധാർ വ്യവസ്ഥകളിൽ വ്യക്തത വരുത്തി സർക്കാർ. ഇന്ത്യയിൽ സാധുവായ ഒരു മേൽവിലാസമുള്ളവർക്ക് റെസിഡന്റ് ഫോറിൻ നാഷണൽ എന്ന വിഭാഗത്തിൽപ്പെടുത്തി യോഗ്യത നൽകും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖയും ഇന്ത്യയിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും ഹാജരാക്കണം. UK-യിൽ നിർത്തിവെച്ച നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കും. റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്നത് ബ്രിട്ടനിലെ ആശുപത്രികളിലും കെയർ ഹോമുകളിലും ഉൾപ്പെടെ ജീവനക്കാരുടെ അപര്യാപ്തത മൂലം. ആരോഗ്യരംഗത്തെ ജീവനക്കാരുടെ കുറവ് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി RCN സർവേ റിപ്പോർട്ട്. ലണ്ടനിലെ ദ്വികക്ഷി രാഷ്ട്രീയ സംവിധാനത്തിന് തിരശ്ശീല വീണു. ബ്രിട്ടനിൽ ഒന്നിലധികം രാഷ്ട്രീയ കക്ഷികൾ ഉദയം ചെയ്യുന്നു. വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന റിഫോം UK പാർട്ടി അമ്പരപ്പിക്കുന്ന മുന്നേറ്റം നടത്തുന്നു. ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയും ഇടതു സമീപനമുള്ളവരുടെ ഗ്രീൻസ് പാർട്ടിയും ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ സ്വാധീനമുറപ്പിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുമായി രഹസ്യ ഫോൺ സംഭാഷണം നടത്തി. മഡൂറോയുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതകൾ തേടി ട്രംപ്. കരീബിയൻ സമുദ്രത്ത് US നാവിക വ്യോമ സാന്നിധ്യം വർദ്ധിപ്പിച്ചുവെന്നും ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുവെന്നും കരാക്കസ്. ജന്മദിന പാർട്ടിക്കിടെ വെടിവയ്പ്. കാലിഫോർണിയയിലെ സ്റ്റോക്ടൺ നഗരത്തിലെ ബാങ്ക്വറ്റ് ഹാളിൽ ഉണ്ടായ വെടിവയ്പിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. ദുരന്തമുണ്ടായത് ശനിയാഴ്ച. ഉത്തരേന്ത്യക്കാരോട് തമിഴ് പഠിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയുടെയും പഴക്കം ചെന്ന നഗരങ്ങളുടെയും സംഗമം എന്നാണ് കാശി തമിഴ് വേദിയെന്നും നരേന്ദ്രമോദി. മോദിയുടെ വാക്കുകൾ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും EDയുടെ നോട്ടീസ്. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന് ED. നോട്ടീസ് നൽകിയത് 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിന് ഒടുവിൽ. കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി. പീഡനത്തിനിരയായ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യർ. കേസിലെ 4ാം പ്രതിയാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ. പിടികൊടുക്കാതെ ഒളിവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. വാർത്തകൾ വിശദമായി. നിങ്ങൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുള്ള വ്യക്തിയാണെങ്കിൽ, കൂടുതൽ കാലമായി ഇന്ത്യയിൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡിനുള്ള യോഗ്യതയുണ്ടോ എന്ന സംശയമുണ്ടാകാം. ഇപ്പോഴിതാ OCI കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള വിദേശ ഇന്ത്യക്കാർക്ക് ആധാർ എൻറോൾമെന്റിനുള്ള വ്യവസ്ഥകളിലും നിബന്ധനകളിലും വ്യക്തത വരുത്തിയിരിക്കുകയാണ് സർക്കാർ. റെസിഡന്റുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ പാലിക്കുകയും ഒപ്പം ശരിയായ രേഖകൾ സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പലർക്കും അതിനുള്ള യോഗ്യത കരസ്ഥമാക്കാം. ആധാർ കാർഡിനായി അപേക്ഷിക്കുന്ന തീയതിക്ക് തൊട്ടു മുൻപുള്ള 12 മാസക്കാലയളവിൽ ചുരുങ്ങിയത് 182 ദിവസമെങ്കിലും നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡിനായി അപേക്ഷിക്കാനുള്ള അർഹതയുണ്ട്. ഇന്ത്യയിൽ സാധുവായ ഒരു മേൽവിലാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. റെസിഡന്റ് ഫോറിൻ നേഷൻസ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയായിരിക്കും അപേക്ഷകളിൽ നടപടിയെടുക്കുക. ഇതിനായി നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയും ഒപ്പം ഇന്ത്യയിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും ഹാജരാക്കേണ്ടതുണ്ട്. ആധാർ കാർഡിനായി അപേക്ഷിക്കാൻ ഒരു OCI കാർഡ് ഉടമ 2 സുപ്രധാന രേഖകളാണ് സമർപ്പിക്കേണ്ടത്. തിരിച്ചറിയൽ രേഖയും ഇന്ത്യയിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും. തിരിച്ചറിയൽ രേഖയായി സാധുവായ OCI കാർഡും സാധുവായ വിദേശ പാസ്പോർട്ടും സമർപ്പിക്കണമെന്നത് നിർബന്ധമാണ്. ഇന്ത്യയിലെ മേൽവിലാസം തെളിയിക്കുന്നതിനായി അംഗീകൃത രേഖകളുടെ പട്ടികയിൽ നിന്നും ഒന്ന് സമർപ്പിക്കാം. ഈ 2 രേഖകളും ഐഡന്റിറ്റിയും റെസിഡൻസിയും തെളിയിക്കുമെന്നതിനാൽ അർഹതയുള്ള OCI കാർഡ് ഉടമകൾക്ക് ആധാർ എൻറോൾമെന്റ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. ആധാർ എൻറോൾമെന്റിന് ഒരു ഇമെയിൽ വിലാസം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. മാത്രമല്ല ഇമെയിൽ വിലാസം OTP വഴി സ്ഥിരീകരിക്കുകയും വേണം. ഇന്ത്യൻ വിസ, LTV ഉള്ളവർ, OCI കാർഡ് ഉടമകൾ, നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർ തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെടുന്ന എല്ലാ വിദേശ പൗരന്മാർക്കും ആധാർ എൻറോൾമെന്റിന് അപേക്ഷ നൽകുന്നതിന് തൊട്ടു മുൻപുള്ള 12 മാസ കാലയളവിൽ 182 ദിവസങ്ങളിൽ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ റെസിഡന്റ് ഫോറിനർ ആയി ആധാർ കാർഡിന് എൻറോൾമെന്റ് ചെയ്യാനുള്ള അർഹതയുണ്ട്. റെസിഡന്റ് ഫോറിൻ നേഷനിലുള്ള ആധാർ കാർഡ് അവരുടെ റെസിഡൻസിയുടെ തരത്തെ ആശ്രയിച്ച് ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നൽകുന്നത്. ലോങ് ടൈം വിസ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിസയുള്ളവർക്ക് ആ വിസയുടെ കാലാവധി തീരുന്നത് വരെയായിരിക്കും ആധാർ കാർഡിനുള്ള സാധുത. എന്നാൽ OCI കാർഡ് ഉടമകൾക്കും നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്കും ലഭിക്കുന്ന ആധാർ കാർഡുകൾക്ക് എൻറോൾമെന്റ് തീയതി മുതൽ 10 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. ആധാർ തുടങ്ങിയ സമയത്ത് നാട്ടിലെ വിലാസം ഉപയോഗിച്ച് ആധാർ കാർഡ് എടുത്തവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ OCI കാർഡ് ഉള്ളവർക്ക് ആധാർ കാർഡ് ലഭിച്ചാൽ അർഹതയില്ലാത്ത ഒരു ആനുകൂല്യവും അവകാശപ്പെടാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിയമം അനുശാസിക്കുന്ന വിധം അർഹതയുള്ള ആനുകൂല്യങ്ങൾക്കും കാര്യങ്ങൾക്കുമായി മാത്രം ആധാർ കാർഡ് ഉപയോഗിക്കുക.
ആശുപത്രികളും കെയർ ഹോമുകളും ഉൾപ്പെടെ ബ്രിട്ടനിലെ ആരോഗ്യ രംഗത്താകെ ജീവനക്കാരുടെ അപര്യാപ്തത ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി RCN സർവേ റിപ്പോർട്ട്. പല സന്ദർഭങ്ങളിലും സുഖമില്ലാതിരുന്നിട്ടുകൂടി ജീവനക്കാർ ജോലി ചെയ്യേണ്ടി വരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ 8 വർഷക്കാലത്തിൽ NHS ജീവനക്കാർക്കിടയിൽ സമ്മർദ്ദം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തിടെയായി RCN അഡ്വൈസ് ലൈനിലേക്ക് വരുന്ന ഫോൺ കോളുകൾ നൽകുന്ന സൂചന നഴ്സിംഗ് ജീവനക്കാർക്കിടയിൽ ദുസ്വപ്നങ്ങളും കഠിന ഭയം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തളർച്ചയുമൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നാണ്. ഇതിന് പ്രധാന കാരണം തൊഴിലിടങ്ങളിൽ മതിയായ ജീവനക്കാരില്ലാത്തതാണ്. സ്ഥാപിതമായ 2022 ശേഷം അഡ്വൈസ് ലൈനിൽ സഹായം അഭ്യർത്ഥിച്ച് ഏറ്റവും അധികം ഫോൺ വിളികൾ വരുന്നത് ഇപ്പോഴാണെന്നും RCN റിപ്പോർട്ടിൽ പറയുന്നു. നഴ്സിംഗ് ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പുതിയ നിക്ഷേപം നിർബന്ധമായും എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന ആവശ്യം തങ്ങൾ പൂർവാധികം ശക്തിയായി ഉയർത്തുകയാണെന്നും അവർ പറഞ്ഞു. അതുപോലെ നഴ്സുമാരും രോഗികളുമായുള്ള അനുപാതം സുരക്ഷിതമായ ഏറ്റവും ചുരുങ്ങിയ നിലയിലെങ്കിലും ഉറപ്പുവരുത്തണമെന്നും RCN ആവശ്യപ്പെടുന്നു. ഹെൽത്ത് ആൻഡ് കെയർ സംവിധാനങ്ങളിൽ എല്ലാത്തിലും സുരക്ഷിതമായ അനുപാതം ഉറപ്പുവരുത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഫലം ഔദ്യോഗികമായി ഈ മാസം പുറത്തുവിടാനിരിക്കുന്ന സർവേയിൽ UK-യിൽ പല ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന 20,000-ലധികം നഴ്സിംഗ് ജീവനക്കാരാണ് പങ്കെടുത്തത്. തൊഴിലിടത്തെ സാഹചര്യത്തെക്കുറിച്ചും തൊഴിലിടങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ചുമായിരുന്നു പ്രധാനമായും സർവേയിൽ ചോദിച്ചിരുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 66% പേർ പറഞ്ഞത് സിക്ക് ലീവിൽ ഉള്ളപ്പോൾ പോലും ഒന്നിലധികം ജോലി ചെയ്യേണ്ടതായി വരുന്നു എന്നാണ്. 2017-ൽ 49% പേരായിരുന്നു ഇത്തരമൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. ലണ്ടനിലെ ദ്വികക്ഷി രാഷ്ട്രീയ സമ്പ്രദായത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് ഒന്നിലധികം രാഷ്ട്രീയ കക്ഷികൾ ഉയർന്നു വരികയാണ്. അതിൽ കൃത്യമായ വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന റീഫോം UK പാർട്ടി രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ നടന്ന അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളെ പോലും പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് നൈജൽ ഫരാജ് നേതൃത്വം നൽകുന്ന ഈ വലതുപക്ഷ കക്ഷി. കൂടാതെ വലതുപക്ഷത്തു നിന്നും അല്പം മധ്യഭാഗത്തേക്ക് നീങ്ങിയവരുടെ ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയും മൃദു ഇടതു സമീപനമുള്ളവരുടെ ഗ്രീൻസ് പാർട്ടിയും സാവധാനത്തിലാണെങ്കിലും ബ്രിട്ടീഷ് ജനതകൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു സങ്കീർണമായ സാഹചര്യത്തിലായിരുന്നു ലേബർ പാർട്ടിയുടെ ഇടത് നിലപാടുകൾക്ക് തീവ്രത പോരാ എന്നു ചിന്തിക്കുന്ന ഒരു വിഭാഗം ജെറമി കോർബിന്റെ നേതൃത്വത്തിൽ പുതിയൊരു രാഷ്ട്രീയ കക്ഷിയുമായി രംഗത്തെത്തുന്നത്. തീവ്ര വലതുപക്ഷമായ റിഫോം UKയുടെ സാന്നിധ്യം ഇതിന്റെ ആവിർഭാവത്തിന് ഒരു കാരണമായി എന്ന് വേണം കരുതാൻ. അതോടൊപ്പം ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് നിശ്ചലമായപ്പോൾ പൊതുചെലവുകൾ കുറച്ചതും തീവ്ര ഇടതുപക്ഷ ചിന്തയ്ക്ക് ശക്തിയേകി. അതിനെല്ലാം പുറമെ ഗാസയുടെ രാഷ്ട്രീയം നിർണായക പങ്കുവഹിക്കുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നിലവിലെ ലേബർ സർക്കാരിന്റെ പല കാര്യങ്ങളിലുമുള്ള മൗനവും തീവ്ര ഇടതുപക്ഷക്കാർക്ക് ശക്തിയേകി. ഇസ്രയേലുമായി ഇപ്പോഴും അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ. നേരിട്ട് ഗാസ യുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കുചേരുന്നില്ല എങ്കിലും ഇപ്പോഴും ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പാലസ്തീൻ അനുകൂലികൾ ഇതിനെതിരെ ഇപ്പോഴും ശബ്ദമുയർത്തുന്നുണ്ട്. ഇതെല്ലാമായിരുന്നു ജെറമി കോർബിന്റെയും സാറ സുൽത്താനയുടെയും നേതൃത്വത്തിൽ ഒരു പുതിയ ഇടതുപക്ഷ കക്ഷി ഉയർന്നു വരാൻ ഇടയാക്കിയത്. കഴിഞ്ഞ ജൂലൈയിൽ പാർട്ടി ഔദ്യോഗികമായി ആരംഭിച്ചതിനു ശേഷം ദിസ് ഈസ് യുവർ പാർട്ടി എന്ന മുദ്രാവാക്യമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല, ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെടാത്ത പാർട്ടിയെക്കുറിച്ച് പരാമർശിക്കാൻ അവരും മാധ്യമങ്ങളും യുവർ പാർട്ടി എന്ന പേര് താൽക്കാലികമായി സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ യുവർ പാർട്ടി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുന്നതിന് അനുകൂലമായി പാർട്ടി അംഗങ്ങൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 4 പേരുകളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് ഞായറാഴ്ച ലിവർപൂളിൽ നടന്ന പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാപന സമ്മേളനത്തിൽ അംഗങ്ങൾക്ക് നൽകിയത്. വെയിൽസിന്റെ ചില ഭാഗങ്ങളിൽ ജീവൻ അപകടത്തിലായേക്കാവുന്ന സാധ്യത വിളിച്ചു പറയുന്ന ആംബർ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് മെറ്റ് ഓഫീസ്. 1 മാസം കൊണ്ട് പെയ്യേണ്ട മഴ കേവലം 24 മണിക്കൂർ സമയത്തിനുള്ളിൽ പെയ്യുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഞായറാഴ്ച പാതിരാത്രി മുതൽ തിങ്കളാഴ്ച പാതിരാത്രി വരെയാണ് അതിവേഗം കുത്തിയൊലിക്കുന്ന കനത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തെക്കൻ വെയിൽസിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രാബല്യത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും പല ഭാഗങ്ങളിലും ഇന്ന് തിങ്കളാഴ്ച രാവിലെ 3 മണി മുതൽ മഞ്ഞ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ചൊവ്വാഴ്ചയും നിലനിൽക്കും. തെക്ക് പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിലും ഇന്ന് മഴയ്ക്കെതിരെയുള്ള മഞ്ഞ മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട്. വെയിൽസിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ 120 മില്ലിമീറ്റർ മഴ വരെ പെയ്തിറങ്ങുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. മറ്റിടങ്ങളിൽ 20 മുതൽ 40 മില്ലിമീറ്റർ വരെ മഴ പെയ്യും. പർവ്വത പ്രദേശങ്ങളിൽ 80 മില്ലിമീറ്റർ വരെ മഴ പെയ്യുന്നതിനും സാധ്യതയുണ്ട്. ആവശ്യത്തിന് മഴ ലഭിച്ച് മണ്ണ് നനഞ്ഞു കുതിർന്നിരിക്കുന്നതിനാൽ പലയിടങ്ങളിലും മഴയുടെ പ്രത്യാഘാതം വളരെ ഗുരുതരമാകുമെന്നാണ് മെറ്റ് ഓഫീസ് നൽകുന്ന മുന്നറിയിപ്പ്. വെയിൽസിലെ ഈ മാസം ലഭിച്ചത് 240 മില്ലിമീറ്റർ മഴയാണ്. സാധാരണയായി നവംബർ മാസത്തിൽ ഇവിടെ ലഭിക്കുന്നത് ശരാശരി 162 മില്ലിമീറ്റർ മഴയാണെന്നത് കണക്കിലെടുക്കുമ്പോഴാണ് സാഹചര്യത്തിന്റെ ഗൗരവം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുക. അതേസമയം ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി സാധാരണയായി ലഭിക്കുന്ന മഴയുടെ 143% മഴയാണ് ഇതുവരെ ലഭിച്ചത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ശരാശരിയിൽ കൂടുതൽ മഴ ലഭിച്ചതിനാൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്.
ക്രിസ്തുമസ് തലേന്നുള്ള അവസാന ട്രെയിനും അതുപോലെ ഹോഗ്മാനിയ ട്രെയിനുകളും ഉൾപ്പെടുത്തി സ്കോട്ട് റെയിൽ അവരുടെ ക്രിസ്തുമസ് പുതുവത്സര കാലത്തെ പുതിയ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ബോക്സിംഗ് ദിനത്തിൽ അബർഡീൻ ഷെയറിനും എഡിൻബർഗ് വേവർലിക്കും ഇടയിൽ അതുപോലെ ആർബോത്തിനും എഡിൻബർഗ് വേവർലിക്കും ഇടയിൽ പുതിയ സർവീസുകൾ ആരംഭിക്കും. ക്രിസ്തുമസ് കാലം അടുക്കുന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിക സർവീസുകളും അധിക സീറ്റുകളും ഉറപ്പാക്കുമെന്നും സ്കോട്ട് റെയിൽ അറിയിച്ചിട്ടുണ്ട്. അതിനു പുറമെ സുപ്രധാന റൂട്ടുകളിൽ രാത്രി വൈകിയും സർവീസുകൾ നടത്തും. കൂടുതൽ ദീർഘദൂര സർവീസുകളും ഉണ്ടായിരിക്കും. ഈ ഉത്സവകാലത്ത് ലൈനുകളിൽ അത്യാവശ്യ പണികളും നടക്കുമെന്നതിനാൽ യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നാണ് സ്കോട്ട് റെയിൽ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുമസ് തലേന്ന് വൈകിട്ട് 7 മണി വരെ സാധാരണ പോലെ സർവീസുകൾ നടത്തും. പിന്നീട് സർവീസുകളുടെ ആവൃത്തി സാവധാനം കുറഞ്ഞു വരും. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ക്രിസ്തുമസ് ദിനത്തിലും പുതുവത്സര ദിനത്തിലും ട്രെയിനുകൾ ഓടില്ല. ബോക്സിംഗ് ദിനത്തിലെ പരിഷ്കരിച്ച ടൈം ടേബിൾ പ്രകാരം ആർബോത്തിൽ നിന്നും എഡിൻബർഗ് വേവർലിയിലേക്ക് വൈകുന്നേരം 9:51 ട്രെയിൻ പുറപ്പെടും. വേവർലിയിൽ നിന്നും ആർബോത്തിലേക്കുള്ള ട്രെയിൻ രാത്രി 11:35 പുറപ്പെടുക. അതുപോലെ ആബർഡീനിൽ നിന്നും വേവർലിയിലേക്ക് രാത്രി 9:54 പുറപ്പെടുമ്പോൾ വേവർലിയിൽ നിന്നും ആബർഡീനിലേക്കുള്ളത് രാത്രി 10:35 പുറപ്പെടും. ബ്ലാക്ക് ഡേ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. ആകർഷണീയങ്ങളായ ഓഫറുകളുമായി പല പ്രമുഖ ബ്രാൻഡുകളും രംഗത്തുണ്ട്. ആപ്പിൾ ഉപകരണങ്ങൾക്ക് മേലും ആകർഷണീയമായ കിഴിവുകൾ സ്വന്തമാക്കാൻ ഏറ്റവും ഉചിതമായ അവസരമാണിത്. ഇന്ന് സൈബർ മൺഡേയിലേക്ക് കടക്കുമ്പോൾ വിലക്കുറവിൽ മികച്ച ബ്രാൻഡുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ അവസരങ്ങളുടെ ഒരു എരിമഴ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പുതിയ ഐഫോൺ 17 Pro Max ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ അതീവ വിലക്കുറവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഐഫോൺ 17 Pro Maxന് മേൽ ലഭിക്കുന്ന കിഴിവ് ഉപഭോക്താവിന് മുടക്കുന്ന പണത്തേക്കാൾ ഏറെ മൂല്യം നൽകുന്ന ഒന്നാണെന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇതാണ് ഏറ്റവും അനുയോജ്യമായ അവസരമെന്നും അവർ പറയുന്നു. 1099.99 പൗണ്ട് വിപണി മൂല്യമുള്ള ഐഫോൺ 17 Pro ഇപ്പോൾ മോസിലോൺ.കോമിൽ ലഭിക്കുന്നത് 960 പൗണ്ടിനാണ്. അതുപോലെ ഐഫോൺ 16e ഇപ്പോൾ 499 പൗണ്ടിനാണ് ജോൺ ലൂയിസിൽ ലഭിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വില 549 പൗണ്ടാണ്. ഐഫോൺ കരസ്ഥമാക്കാൻ അതീവ ആകർഷണീയമായ ഒരു ഓഫറുമായാണ് O2 വന്നിരിക്കുന്നത്. 30 പൗണ്ട് മുൻകൂർ പണം നൽകി നിങ്ങൾക്ക് ഒരു ഐഫോൺ 17 കരസ്ഥമാക്കാം. പിന്നീട് ബാക്കി തുക 49.2 പൗണ്ടിന്റെ പ്രതിമാസ തവണകളായി അടച്ചു തീർത്താൽ മതി. കരീബിയൻ സമുദ്രത്തിൽ സെപ്റ്റംബർ 2 നടന്ന US ആക്രമണത്തിൽ മയക്കുമരുന്ന് കടത്തിയെന്ന് ആരോപണ വിധേയമായ ഒരു ബോട്ടിൽ രക്ഷപ്പെട്ടവരെ പോലും രണ്ടാമതും ലക്ഷ്യമിട്ടുവെന്ന വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അമേരിക്കൻ കോൺഗ്രസിൽ വലിയ ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ആരോപണത്തെ തുടർന്ന് റിപ്പബ്ലിക്കൻ ആധിപത്യമുള്ള ഹൗസ്, സെനറ്റ്, ആയുധ സേനാ സമിതികൾ ചേർന്ന് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചു. സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇതുവരെ വ്യക്തമല്ല എന്നും പക്ഷേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതീവ ഗുരുതരമായ നിയമലംഘനമാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി. ആർക്കെങ്കിലും കീഴടങ്ങാനുള്ള നീക്കം കാണിച്ചാൽ അവരെ കൊലപ്പെടുത്താൻ പാടില്ല എന്ന് ഹൗസ് ആംഡ് സർവീസസ് കമ്മിറ്റിയിലെ റിപ്പബ്ലിക്കൻ അംഗം ഡോൺ ബേക്കൺ ABC ന്യൂസിനോട് പറഞ്ഞു. സംഭവ വിവരണം ശരിയാണെങ്കിൽ അത് യുദ്ധക്കുറ്റത്തിന് തുല്യമാണ് എന്ന് സെനറ്റർ ടിം കെയ്ൻ വ്യക്തമാക്കി. ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ മുൻ ചെയർമാൻ മെക് ടർണറും ഇത് നിയമവിരുദ്ധമായ പ്രവൃത്തി ആകാമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. പ്രതിരോധ മന്ത്രി പീറ്റ് ഹെക്സത്ത് റിപ്പോർട്ടിനോട് പ്രതികരിച്ചെങ്കിലും രണ്ടാമത്തെ ആക്രമണം നടന്നോ എന്നതിന് നേരിട്ട് മറുപടി നൽകിയില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ US നിയമത്തോടും അന്താരാഷ്ട്ര നിയമത്തോടും പൊരുത്തപ്പെട്ടതാണ്. നിയമാനുസൃതമായ ആക്രമണം മാത്രമാണ് നടത്തുന്നതെന്നാണ് അദ്ദേഹം എക്സിൽ രേഖപ്പെടുത്തിയത്. അതേസമയം സംഭവം പരിശോധിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രണ്ടാമത്തെ ആക്രമണം നടന്നതായി തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാം ആക്രമണം നടന്നിട്ടില്ല എന്നാണ് ഹെക്സത്ത് തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പെന്റഗണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടതായി ഹൗസ് കമ്മിറ്റിയിലെ മൈക്ക് റോജേഴ്സ്, ആഡം സ്മിത്ത് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. സെനറ്റ് ആയുധ സേനാ സമിതിയും കൂടുതൽ വിവരങ്ങൾ തേടിയിരിക്കുന്നുവെന്ന് ചെയർമാൻ റോജർ വിക്കറും ജാക്ക് റീഡും അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുമായി സമീപ ദിവസങ്ങളിൽ രഹസ്യ ഫോൺ സംഭാഷണം നടത്തിയതായി ഞായറാഴ്ച സ്ഥിരീകരിച്ചു. വാഷിംഗ്ടൺ കരാക്കസ് ബന്ധം ഏറ്റവും കലുഷിതമായ സമയത്താണ് ഈ വെളിപ്പെടുത്തൽ. ഫോൺ വിളി നല്ലതായോ എന്നോ മോശമായെന്നോ പറയാനില്ല. ഒരു ഫോൺ വിളി നടന്നുവെന്നാണ് പറയാനുള്ളത് എന്നായിരുന്നു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ട്രംപിന്റെ സൂക്ഷ്മ പ്രതികരണം. ഫോൺ വിളിയിലെ ചർച്ചകളെ കുറിച്ച് ഔദ്യോഗിക വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രണ്ടുപേരും നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതകൾ പരിശോധിച്ചതായും മാപ്പ് നൽകിക്കൊണ്ട് മഡൂറോ പടിയിറങ്ങുന്നത് സംബന്ധിച്ച സാധ്യതയും ചർച്ചയായെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നു. മഡൂറോ രാജ്യം വിട്ട് റഷ്യയിലേക്കോ മറ്റിടങ്ങളിലേക്കോ പോകാനുള്ള അവസരം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ മാർക്വൽ മുലിൻ ഇച്ചൽ പറഞ്ഞത്. അതേസമയം അമേരിക്ക ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു എന്നാണ് കാരാക്കസ് ആരോപിക്കുന്നത്. കരീബിയൻ സമുദ്രത്ത് US നാവിക വ്യോമ സാന്നിധ്യം വർദ്ധിച്ചതിനെയും വെനസ്വേലൻ ആകാശപാത ഫലപ്രദമായി തടഞ്ഞു എന്ന വാഷിംഗ്ടൺ പ്രസ്താവനയെയും അവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു.
എന്നാൽ ഇത് സെപ്റ്റംബർ മുതൽ നടക്കുന്ന വിപുലമായ മയക്കുമരുന്ന് വിരുദ്ധ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അമേരിക്കൻ അധികാരികൾ ഉറച്ചു പറയുന്നത്. മിഷൻ കാർട്ടൽ ഓൺ ദ സൺസ് എന്ന പേരിൽ ട്രംപ് ചിത്രീകരിക്കുന്ന സംഘം മദൂറോയുടെയും സുരക്ഷാ വിഭാഗങ്ങളിലെയും സുപ്രധാന വ്യക്തികളുടെയും നേതൃത്വത്തിലുള്ള ഒരു കുറ്റസംഘമാണെന്നാണ് വാഷിംഗ്ടണിന്റെ ആരോപണം. മഡൂറോയെ പിടികൂടുന്നവർക്ക് $50 മില്യൺ പ്രതിഫലം പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് വസ്തുതയേക്കാൾ അഭ്യൂഹമാണെന്നും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി പശ്ചാത്തലമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും വെനസ്വേലൻ വിദഗ്ധർ പറയുന്നു. കാലിഫോർണിയയിലെ സ്റ്റോക്ടൺ നഗരത്തിലെ ബാങ്ക്വറ്റ് ഹാളിൽ ഒരു കുട്ടിയുടെ ജന്മദിനാഘോഷത്തിനിടെയുണ്ടായ വെടിവയ്പിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശനിയാഴ്ച വൈകുന്നേരമാണ് ദുരന്തം അരങ്ങേറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ആരെയും ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് സാൻ ജോക്കിൻ കൗണ്ടി ഷെരീഫ് പാട്രിക് വിത്രോ അറിയിച്ചു. ലക്ഷ്യമിട്ട ആക്രമണമായിരുന്നുവെന്ന സൂചനകൾ ശക്തമാണെന്നും ഒരാളിലധികം അക്രമികൾ ഉണ്ടാകാമെന്നുമാണ് അന്വേഷണത്തിൽ നിന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ. ബാങ്ക്വറ്റ് ഹാളിനുള്ളിൽ നിന്നാണ് വെടിവയ്പ് ആരംഭിച്ചതെന്നും പിന്നീട് പുറത്തേക്ക് വ്യാപിച്ചതാണെന്നും ഷെരീഫ് പറഞ്ഞു. കൊല്ലപ്പെട്ട 4 പേരിൽ 3 പേർ 8, 9, 14 വയസ്സുള്ള കുട്ടികളാണ്. 4ാമത്തെ മരണം 21കാരന്റേതാണ്. പരിക്കേറ്റ 11 പേരിൽ ഒരു 9 വയസ്സുകാരൻ നിലവിൽ അപകടാവസ്ഥയിലല്ല എന്ന് സ്റ്റോക്ടണിലെ സെന്റ് ജോസഫ് മെഡിക്കൽ സെന്റർ അറിയിച്ചു. മറ്റൊരാൾ ഞായറാഴ്ച രാത്രി വരെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. കുട്ടിയുടെ ജന്മദിനാഘോഷത്തിനിടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് സ്റ്റോക്ടൺ വൈസ് മേയർ ജേസൺ ലീ അറിയിച്ചു. കുടുംബാംഗങ്ങൾ ഒന്നിക്കേണ്ട സമയത്ത് ഇത്തരമൊരു ദുരന്തം അത് മനസ്സിലാക്കാൻ പോലും പ്രയാസമാണ് എന്ന് ഷെരീഫിന്റെ ഓഫീസ് വക്താവ് ഹെദർ ബ്രെന്റ് പറഞ്ഞു. 2 മുതിർന്നവരെ കൂടുതൽ ചികിത്സയ്ക്കായി അതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചിലരെ മോഡസ്റ്റോയിലെ സട്ടർ മെമ്മോറിയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സംഭവം മനഃപൂർവ്വമാകാമെന്നാണ് സൂചന. പ്രധാന ലക്ഷ്യം പ്രതിയെ തിരിച്ചറിയലാണ് എന്ന് ബ്രെന്റ് വ്യക്തമാക്കി. അതേസമയം താങ്ക്സ് ഗിവിംഗിനു ശേഷമുള്ള ദിവസങ്ങളിലാണ് ഈ ദുരന്തം എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയ സ്റ്റോക്ടൺ മേയർ ക്രിസ്റ്റീന ഫുഗാസി സഹകരണത്തിനായി സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. എല്ലാ തവണത്തെയും പോലെ GMMHC നേതൃത്വത്തിൽ ഈ തവണത്തെയും ബർമിംഗ്ഹാം മണ്ഡലകാല തീർത്ഥാടനം 29-ന് ശനിയാഴ്ച നടന്നു. കഴിഞ്ഞ 13 വർഷങ്ങളായി നടന്നുവരുന്ന മണ്ഡലകാല തീർത്ഥാടനം ആദ്യം മുതൽ അവസാനം വരെ ഭംഗിയായി നടന്നു. വിത്തിംഗ്ടൺ രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പരമ്പരാഗത വിശ്വാസാചാരങ്ങൾക്കനുസരിച്ച് കെട്ടുനിറച്ച് കർപ്പൂര ആരാധനയോടെ തുടങ്ങിയ യാത്രയിൽ പ്രത്യേകിച്ച് അമ്മമാരുടെയും കുട്ടികളുടെയും പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. ബർമിംഗ്ഹാം ശ്രീ ബാലാജി ക്ഷേത്രത്തിൽ GMMHC അംഗങ്ങൾ നടത്തിയ ഭക്തിസാന്ദ്രമായ ഭജൻ കൊണ്ട് ബർമിംഗ്ഹാം ക്ഷേത്രം അങ്കണം അക്ഷരാർത്ഥത്തിൽ ശബരിമല സന്നിധിയിലെത്തിയ പ്രതീതി ഉണർത്തി. അയ്യപ്പ വിഗ്രഹത്തിൽ ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ കലശാഭിഷേകം, നവകാഭിഷേകം, നെയ്യഭിഷേകം, പടിപൂജ എന്നിവ നടത്തി ഹരിവരാസനം പാടി ഈ വർഷത്തെ തീർത്ഥാടനം സമാപിച്ചു. തീർത്ഥാടനത്തിൽ പങ്കെടുത്തവർക്ക്, മനസ്സുകൊണ്ട് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചവർക്കും ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും സ്വാമി അയ്യപ്പൻ നിറഞ്ഞ അനുഗ്രഹം നൽകട്ടെ എന്ന് സ്വാമി നാമത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് GMMHC പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.57 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 89.72 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 104 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 64.14 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വാരണാസിയിൽ നടക്കുന്ന കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാനും തമിഴ് പഠിക്കാനും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് പ്രസംഗത്തിലായിരുന്നു അഭ്യർത്ഥന. കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പ് നാളെ വാരണാസിയിൽ നമോഘട്ടിൽ ആരംഭിക്കും. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയുടെയും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളുടെയും സംഗമം എന്നാണ് മോദി ഈ പരിപാടിയെ വിശേഷിപ്പിച്ചത്. തമിഴ്നാട്ടിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മോദിയുടെ വാക്കുകൾ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. G20 ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് സമ്മാനമായി നൽകിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ള നടരാജന്റെ ഒരു വെങ്കല പ്രതിമയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ മാന്നാറിൽ നിന്നുള്ള പിച്ചുള ഉരുളിയും സമ്മാനിച്ചത് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, കല, പാരമ്പര്യം എന്നിവയെ പരിചയപ്പെടുത്തുകയും നമ്മുടെ കരകൗശല വിദഗ്ധരുടെ കഴിവുകൾക്ക് ആഗോളവേദി നൽകുകയുമായിരുന്നു ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നാവിക കപ്പലിന് INS മാഹി എന്ന് പേരിട്ടതിൽ പുതുച്ചേരിയിലെയും മലബാറിലെയും ജനങ്ങൾ സന്തോഷിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ചും ദേശീയ സുരക്ഷ സംബന്ധിച്ചും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം. ഇന്ന് തുടങ്ങിയ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിലായിരുന്നു ആവശ്യം.
ചർച്ച ചെയ്തില്ലെങ്കിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, സഹമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, എൽ മുരുകൻ എന്നിവരാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത്. വായു മലിനീകരണം, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച ആവശ്യപ്പെട്ടതായി ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പാർലമെന്റ് തടസ്സപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കുമെന്ന് CPM നേതാവ് ജോൺ ബ്രിട്ടാസ് മുന്നറിയിപ്പ് നൽകി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷ സംബന്ധിച്ച ചർച്ച വേണമെന്ന് CPI നേതാവ് P. സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു. വനംവകുപ്പ് കർഷകദ്രോഹ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും റോഡ്, റെയിൽ വികസന പദ്ധതികൾ ജനസാന്ദ്രത അടിസ്ഥാനമാക്കി നടപ്പാക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ലേബർ കോഡുകൾ, PM ശ്രീ തുടങ്ങിയവ സംബന്ധിച്ച് ചർച്ച വേണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ അജണ്ട ചർച്ച ചെയ്യുന്നതിനുള്ള സർവകക്ഷി യോഗം വെറും ഔപചാരികത മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. 19-നാണ് സമ്മേളനം അവസാനിക്കുക. ശിവഗംഗ ജില്ലയിലെ കാരേക്കുടിക്ക് സമീപം 2 തമിഴ്നാട് സർക്കാർ ബസ്സുകൾ കൂട്ടിയിടിച്ച് 12 പേർ മരിച്ചു, 40 പേർക്ക് പരിക്കേറ്റു. പിള്ളയാർപട്ടിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത്. ബസ്സുകളിൽ ഒന്ന് തിരുപ്പൂരിൽ നിന്ന് കാരേക്കുടിയിലേക്കും മറ്റൊന്ന് കാരേക്കുടിയിൽ നിന്ന് ദിണ്ടിഗലിലേക്കും പോവുകയായിരുന്നു. മൃതദേഹങ്ങൾ നിലത്ത് കിടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ കാണാം. ബസിന്റെ തകർന്ന ഗ്ലാസിന്റെ ഭാഗത്തുകൂടി ഒരു സ്ത്രീ പുറത്തേക്ക് ചാടുന്നതും മറ്റൊരു സ്ത്രീ രക്തം വാർന്ന് നിലത്തിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ എത്തിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. കഴിഞ്ഞയാഴ്ച തെങ്കാശി ജില്ലയിൽ 2 സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചിരുന്നു. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് നോട്ടീസ് ലഭിച്ചത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി. ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണ് എന്നാണ് ED പറയുന്നത്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. വലിയ ഗൂഢാലോചനയാണ് മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നു. മസാല ബോണ്ട് അപകടമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ലാവ്ലിൻ കമ്പനിയുമായുള്ള ഡീലാണ് നടന്നത്. ലാവ്ലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണ് എന്നും അന്ന് താൻ പറഞ്ഞിരുന്നു. കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയില്ല. വലിയ സാമ്പത്തിക ലാഭം ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തത് ശരിയായ നടപടിയാണ് എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടെ ED നോട്ടീസ് കിട്ടുന്നുണ്ടെന്നും അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ BJP അനുകൂല നിലപാട് എടുപ്പിക്കാനാണെന്നും കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്തെ സ്ഥിരം കലാപരിപാടിയാണ് ED നൽകുന്നതെന്ന് മുൻ മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പീഡനത്തിനിരയായ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായതിനു പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. കേസിലെ 4ാം പ്രതിയായി സന്ദീപ് ശാസ്തമംഗലം അജിത് കുമാർ വഴി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പ്രൊഫൈലുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിന്റെ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. യുവതിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരം പരാമർശം യൂട്യൂബ് വീഡിയോയിലൂടെ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. സന്ദീപ് വാര്യർ തന്റെ സാമൂഹിക മാധ്യമ പേജിൽ ഉൾപ്പെടുത്തിയിരുന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്. എന്നാൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പിന്നീട് വിശദീകരിച്ചു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് DYFI ആണ് എന്നും ആരോപിച്ചു. അതിജീവിതയ്ക്കെതിരായ രഞ്ജിത പുളിക്കലിന്റെയും ദീപ ജോസഫിന്റെയും ഫേസ്ബുക്ക് കുറിപ്പുകളാണ് അവരെ പ്രതികളാക്കുന്നതിന് കാരണമായത്. അതിജീവിതയെ തിരിച്ചറിയുന്ന വിധത്തിൽ പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങളും IT നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് ഇരുവർക്കുമെതിരെ കേസ്. ലയണൽ മെസ്സിയുടെയും അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും വരവിനായി നവീകരിച്ചു തുടങ്ങിയ കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം GDCA തിരിച്ചേൽപ്പിച്ചു. നവീകരണം പൂർത്തിയാക്കാതെയാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്റ്റേഡിയം തിരികെ കൈമാറിയത്. സ്റ്റേഡിയത്തിലെ നിലവിലെ സ്ഥിതി GCDA എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കും. നവീകരണം പൂർത്തിയാക്കാൻ സ്പോൺസർക്ക് വീണ്ടും സമയം അനുവദിക്കുമെന്നാണ് സൂചന. നവംബർ 17 കൊച്ചിയിൽ അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം നടക്കുമെന്ന് പറഞ്ഞാണ് സ്പോൺസർ സ്റ്റേഡിയം ഏറ്റെടുത്തത്.
70 കോടിയുടെ നവീകരണം നടത്തുമെന്നായിരുന്നു ഉറപ്പ്. പുതിയ കവാടവും VVIP സിറ്റിംഗ് ഏരിയ, ഗാലറി സീറ്റുകൾ, ഫ്ലഡ് ലൈറ്റ് തുടങ്ങിയവയുടെ നവീകരണവുമായിരുന്നു വാഗ്ദാനം. സെപ്റ്റംബർ 26-നാണ് സ്പോൺസർ സ്റ്റേഡിയം ഏറ്റെടുത്തത്. മെസ്സിയും സംഘവും വരില്ല എന്ന് ഉറപ്പായപ്പോഴും നവംബർ 30-നകം നവീകരണം പൂർത്തിയാക്കുമെന്നാണ് സ്പോൺസർ പറഞ്ഞത്. നവംബറിൽ കളി നടക്കാതായതോടെ മാർച്ചിൽ അർജന്റീന കേരളത്തിലെത്തുമെന്നാണ് സ്പോൺസറുടെ അവകാശവാദം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് ആധാർ വ്യവസ്ഥകളിൽ വ്യക്തത വരുത്തി സർക്കാർ. ഇന്ത്യയിൽ സാധുവായ ഒരു മേൽവിലാസമുള്ളവർക്ക് റെസിഡന്റ് ഫോറിൻ നാഷണൽ എന്ന വിഭാഗത്തിൽപ്പെടുത്തി യോഗ്യത നൽകും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖയും ഇന്ത്യയിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും ഹാജരാക്കണം. UK-യിൽ നിർത്തിവെച്ച നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കും. റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്നത് ബ്രിട്ടനിലെ ആശുപത്രികളിലും കെയർ ഹോമുകളിലും ഉൾപ്പെടെ ജീവനക്കാരുടെ അപര്യാപ്തത മൂലം. ആരോഗ്യരംഗത്തെ ജീവനക്കാരുടെ കുറവ് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി RCN സർവേ റിപ്പോർട്ട്. ലണ്ടനിലെ ദ്വികക്ഷി രാഷ്ട്രീയ സംവിധാനത്തിന് തിരശ്ശീല വീണു. ബ്രിട്ടനിൽ ഒന്നിലധികം രാഷ്ട്രീയ കക്ഷികൾ ഉദയം ചെയ്യുന്നു. വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന റിഫോം UK പാർട്ടി അമ്പരപ്പിക്കുന്ന മുന്നേറ്റം നടത്തുന്നു. ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയും ഇടതു സമീപനമുള്ളവരുടെ ഗ്രീൻസ് പാർട്ടിയും ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ സ്വാധീനമുറപ്പിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുമായി രഹസ്യ ഫോൺ സംഭാഷണം നടത്തി. മഡൂറോയുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതകൾ തേടി ട്രംപ്. കരീബിയൻ സമുദ്രത്ത് US നാവിക വ്യോമ സാന്നിധ്യം വർദ്ധിപ്പിച്ചുവെന്നും ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുവെന്നും കരാക്കസ്. ജന്മദിന പാർട്ടിക്കിടെ വെടിവയ്പ്. കാലിഫോർണിയയിലെ സ്റ്റോക്ടൺ നഗരത്തിലെ ബാങ്ക്വറ്റ് ഹാളിൽ ഉണ്ടായ വെടിവയ്പിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. ദുരന്തമുണ്ടായത് ശനിയാഴ്ച. ഉത്തരേന്ത്യക്കാരോട് തമിഴ് പഠിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയുടെയും പഴക്കം ചെന്ന നഗരങ്ങളുടെയും സംഗമം എന്നാണ് കാശി തമിഴ് വേദിയെന്നും നരേന്ദ്രമോദി. മോദിയുടെ വാക്കുകൾ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും EDയുടെ നോട്ടീസ്. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന് ED. നോട്ടീസ് നൽകിയത് 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിന് ഒടുവിൽ. കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി. പീഡനത്തിനിരയായ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യർ. കേസിലെ 4ാം പ്രതിയാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ. പിടികൊടുക്കാതെ ഒളിവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.